അതാത് ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിഥികളുമായി നമ്മളും പരസ്പരം സംവദിക്കുന്നൊരു പരിപാടിയാണ്. നികേഷ് കുമാർ. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥികളുമായി നേരിട്ടുള്ള സംവാദത്തിനൊപ്പം പ്രേക്ഷകരോടൊപ്പം നമുക്ക് സംവദിക്കാൻ കഴിയുമോ, നമുക്ക് പരസ്പരം സംവദിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ഉണ്ണി. നിശ്ചയമായും. കാരണം ചില വാർത്ത എന്ന് പറയുന്നത് വാർത്ത മാത്രമല്ലല്ലോ, ആ വാർത്തയുണ്ടാക്കുന്ന എന്തൊക്കെ പ്രത്യാഘാതങ്ങളുണ്ട്, ഒരു വാർത്ത ഏതൊക്കെ രീതിയിൽ വികസിച്ചു വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വിശകലനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടി ഫലപ്രദമായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നു. സുജയ, നമ്മൾ ഇന്ന് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം എടുക്കുന്നത് ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ജീവപര്യന്തം ശിക്ഷ നിലനിൽക്കും. വിതിനെ ഫോർട്ട്നൈറ്റ്, 2 ആഴ്ചയ്ക്കകം ജയിലിലേക്ക് പോകണം. പ്രതികളും തിരിച്ച് ജയിലിലേക്ക്, അതെ, ജയിലിലേക്ക് അവർ മടങ്ങുന്നു. അതാണ് ഒന്നാമത്തെ വാർത്ത. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടും അത് തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനമായി നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പോൾ മാലിദ്വീപിൽ നിന്ന് വന്ന 3 മന്ത്രിമാരുടെ പരാമർശം, അവരുടെ സസ്പെൻഷൻ, അതേ തുടർന്നുണ്ടായിരിക്കുന്ന വിപണിയിലും അതോടൊപ്പം ഒരു ലോക ക്രമത്തിൽ തന്നെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ, ഇവിടെ നിന്നുള്ള നീക്കങ്ങൾ, അതെല്ലാം അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ സംവദിക്കും. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. അതായത് നികേഷ് സാർ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ഓരോരുത്തരായിട്ടിരുന്നാണ് അതിഥികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് 4 പേരും ഒന്നിച്ചിരുന്ന് ചോദിക്കുന്നു, പരസ്പരം ചോദിക്കുന്നു. അതെ, മാത്രമല്ല അതിഥികൾക്ക് ഞങ്ങളോടും സംവദിക്കാം, നമ്മളോടും പരസ്പരമുള്ളൊരു സംവാദമാണ്. നമ്മൾ ഇതൊരു ചോദ്യോത്തര പരിപാടി, ചോദ്യങ്ങളൊന്നും പാടില്ല. അതെ, കടുപ്പിച്ച ചോദ്യങ്ങൾ പാടില്ല എന്നാണ് നികേഷ് കുമാർ പറയുന്നത്.